എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നിനക്ക് സുഖം തന്നെ? ഓ, ഇപ്പഴെങ്കിലും അന്വേഷിച്ചല്ലോ സുഖമാണോന്ന്. ഇപ്പൊ എന്താ എന്നെ കാണണമെന്ന് തോന്നിയത്? നിന്നെ കാണാൻ എനിക്ക് ആഗ്രഹം ഇല്ലായിട്ടല്ല, നിന്നെ നിന്റെ മക്കളെ എല്ലാം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. വീട്ടിൽ ഒന്നും ആപ്പ എന്നെ കേട്ടത്തില്ലല്ലേ, അതുകൊണ്ടല്ലേ നിന്നെ വഴിയിൽ വെച്ചല്ലേ കാണാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. എന്താ വിളിച്ചത്? കാര്യം പറ. അത് എന്നെ നീ ഒന്ന് സഹായിക്കണം. റംസി ഹോസ്പിറ്റലാണ്, അവളെ ചികിത്സയ്ക്ക് കുറച്ച് പൈസ നീ എന്നെ തന്ന് സഹായിക്കണം. എന്റെ പൈസ ഒന്നും ഇല്ല തരാൻ. ഞാൻ തന്നെ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവളെ കൂടെ പോയതല്ലേ. അന്നത്തെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതല്ലേ, അല്ല നിങ്ങളോട് ഇഷ്ടക്കുറവൊന്നും കൊണ്ടൊന്നും അല്ലല്ലോ. എൻ്റെ കയ്യിൽ എന്തായാലും പൈസ ഒന്നുമില്ല. പിന്നെ ഉമ്മ അടുത്ത് വീട്ടിലോട്ട് വരാൻ പറ. എനിക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ വന്ന് വിളിക്കാത്തേ. റംസിയുടെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലേ? അറിഞ്ഞ്. ഞങ്ങളുടെയൊക്കെ ശാപമുണ്ട്, അത്രയും മനസ്സാക്കിയാൽ മതി. നിങ്ങളെ തട്ടിക്കൊണ്ട് പോയതില് ഞങ്ങളെ വീട്ടിലെ എല്ലാ കാര്യക്കാരനായിട്ട് ഒറ്റ മോനല്ലായിരുന്ന വാപ്പാക്ക് എന്ന് മനസ്സുരുവുന്നുണ്ട്. ഷിജി, നീ എൻ്റെ സഹോദരിയല്ലേ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു 2 ലക്ഷം രൂപ തന്നെ നിന്റെ സ്വർണ്ണമെങ്കിലും ഒന്ന് പണയം വെക്കാനൊക്കെ തന്നിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. ഓ, എന്റെ കല്യാണത്തിന് കുറച്ച് സ്വർണം കൊടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാനാണ് അത് തിരിച്ചു വന്നത്. എന്തായാലും എനിക്ക് അർഹതപ്പെട്ടതാ, അത് ഞാൻ തിരിച്ചു തരത്തില്ല. എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഹോസ്പിറ്റലിൽ കുറച്ച് പൈസ അടയ്ക്കണം, എൻ്റെ കയ്യിലൊരു പൈസയില്ല. അന്ന് എന്റെ വാപ്പ പറഞ്ഞില്ലേ എന്റെ നാത്തൂനെ കല്യാണം കഴിക്കാൻ, അന്ന് വൈറ്റത്തില്ലായിരുന്നല്ലേ. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ മുമ്പിൽ ഞാനല്ലേ നാണം കിട്ടത്. ഉമ്മ ആയപ്പോ നമ്പരെന്ന് ഞാൻ നിന്നെ വിളിച്ചത്. ഉമ്മായ അവിടെ നിർത്തിയേക്കാൻ്റെ ആവശ്യമൊന്നുമില്ല. ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്. മറ്റേ ഓരോ ദിവസം കാണാൻ പറ്റുന്നതിന് ഞാൻ എതിർത്തില്ല. വല്ലപ്പോഴും വന്ന് കണ്ടിട്ട് പോട്ടെ, മോനല്ലേ മരുമോള് മക്കളല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടതാ. അപ്പൊ ഒരാഴ്ചയായിട്ട് ഉമ്മ അവിടെ അങ്ങ് നിൽക്കുവാണോ? പറഞ്ഞു വിടാൻ നോക്ക്. അത് ഉമ്മായപ്പോ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല, എനിക്ക് 2 മക്കളവിടെ ഉണ്ട്, അവരൊറ്റയ്ക്കാ അവിടെ. ഇത്രയും നാള് മക്കൾക്ക് വേണ്ടായിരുന്നല്ലേ. തന്നിഷ്ടത്തിന് ഒരുത്തിയുടെ കൂടെ പോയതല്ലേ. ഇനി എന്റെ അടുത്ത് സഹായം ഒന്നും ചോദിക്കാനും വരണ്ട. എനിക്ക് കാണാനും ഇഷ്ടമല്ല. ഇനി ഇതിനു വേണ്ടി വരികയും ചെയ്യരുത്. ഷിജിയുടെ സൗണ്ട് ആണല്ലേ. നീയാ മോളെ? നീ എന്തടി ഒരു മുന്നറിയിപ്പില്ല ഇങ്ങോട്ട് വന്നത്? എന്താ മറന്നുപോയാ? സാധാരണ നീ വരത്തില്ലായിരുന്നല്ലേ, എന്തു പറ്റി? ഞാൻ നിങ്ങളെ തിരക്കി വന്ന്. നിങ്ങൾ ഒരാഴ്ചയല്ലേ വീട് വിട്ട് ഇറങ്ങിയിട്ട്, അങ്ങോട്ട് വരാറായില്ലേ? ഗ്യാസും തീർന്നു, അടുപ്പിട്ട് കത്തി. അവിടെ വാപ്പ ഒറ്റയ്ക്കല്ലേ, വാപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നീ ഇരികി. ഇതുങ്ങാണോ ഇക്കായ്ക്ക് ആലോചിച്ച പെണ്ണു? ഒരു ദിവസത്തേക്കൊന്നും പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായില്ലേ. വാ അങ്ങോട്ടോ, വീട്ടിൽ പോവാം. മോളാ നേ, ഞാൻ വാ. നേ, ഓ ആ വരുന്നേ. ഇരുമോളാ, എന്ത് പണിക്കാണോ? നീ എന്താ തീർന്നു മോളെ? ഓട്ടോയോ എന്നാ? നീ എന്ത് പ്രത്യേകിച്ച് വന്നേന്ത്? വാപ്പ പറഞ്ഞു വിട്ട് ഉമ്മ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. വാപ്പ ഒന്നും പറഞ്ഞിട്ടല്ല നീ വന്നതെന്നും എനിക്കറിയാം. നിങ്ങളേ ഒരു ദിവസത്തേക്കൊന്നും പറഞ്ഞു വന്നിട്ട് മോന്റെ വീട്ടിലങ്ങ് സുഖം പിടിച്ചാ. നീ ഇവിടുത്തെ എല്ലാ കാര്യവും നിനക്കറിയാല്ലേ. ആ 2 കൊച്ചുങ്ങൾ ഒറ്റയ്ക്കല്ലേ. എന്താ അമ്മ? ഇതാരാ? അതെന്റെ മോള്. നീ ഇങ്ങനെ നോക്കിക്കാതെ കുറച്ച് വെള്ളം ഇട നമുക്ക്. എടുക്ക.
നാരങ്ങ എല്ലാം പിഴി. പറഞ്ഞില്ലായിരുന്ന ആ പെണ്ണ്. എന്തേ കൊച്ചുങ്ങളെ ഇന്ന് രാവിലെ വിടാൻ പറ്റുന്നില്ല നിനക്ക്? ഇച്ചിരി പാടാ എൻ്റെ മോക്ക് ജോലിയൊക്കെ ചെയ്യാൻ. എനിക്ക് അവിടെ ഒരു കാര്യമില്ല. എൻ്റെ മക്കളെ പിന്നെ ഞാനല്ലേ നോക്കുന്ന. ഞാനവരെ നല്ലപോലെ നോക്കുന്നുണ്ട്. പിന്നെ എങ്കിലും പിന്നെ ഉമ്മ ഇല്ലാത്ത വീടെന്ന് പറയുമ്പോ എന്തോ ഒരാളും എനക്കും ഇല്ലമ്മ. ഉമ്മ വരാം. എന്തായാലും 2 കൊച്ചുങ്ങളുണ്ട്. അതുങ്ങൾ അവൻ വരട്ടെ. അവൻ വന്ന് അവനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് വരാൻ. എങ്ങനെയുണ്ട് ഇപ്പം ആശുപത്രിയിലെ കാര്യം? എന്തായി? വല്ല മാറ്റം ഉണ്ടാ? എന്താ പറയാന്, ചികിത്സ നടത്തുന്നു, അല്ല എന്താ പറയാ. എന്നെയൊക്കെ വിളിച്ചിരുന്നു കാണണോന്ന് പറഞ്ഞു. അവൻ നിന്നെ കാണാൻ വന്ന? എന്നിട്ടാ? രാവിലെ ഞങ്ങള് കണ്ട്. വീട്ടിലോട്ട് വരാത്തത് വാപ്പ വഴക്ക് പറയും, വാപ്പ കേട്ടത്തില്ലെന്ന് പേടിച്ചാ വരാത്തതെന്ന് പറഞ്ഞു. അല്ല, എത്ര നാളായിട്ട് ഉമ്മ കൊതിക്കുന്നേ രണ്ടും കൂടെ ഒന്ന് കാണണേന്ന്. എന്നിട്ടാ? എന്റെ ദേഷ്യത്തിന് ഇത്രയും നാൾ കൂടിയല്ലേ കണ്ടത്. എന്റെ മനസ്സിൽ ഒന്നെല്ലാം ഞാനങ്ങ് പറഞ്ഞു. എൻ്റെ വന്നിട്ട് കുറച്ച് പൈസ തരുമോന്ന് ചോദിച്ചു. റംസിയുടെ ചികിത്സയ്ക്ക് കുറച്ച് പൈസ വേണം, പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവൻ പിന്നെ ആരോട് പോയി ചോദിക്കാൻ? എൻ്റെ ചെറുക്കൻ ഒരുപാട് കഷ്ടപ്പെടുക. അവൻ്റെ മൂക്കുമുട്ട കടവാ. എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയായ മതിയെന്നും പറഞ്ഞ് അവൻ ഉള്ളതും കൊണ്ട് പോയത്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. അങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കൊടുക്കത്തില്ല, ഞാൻ ഒരു ഇതില്ലാതൊക്കെ പറഞ്ഞ് ഞാൻ പോയി. വീട്ടിൽ ചെന്നിട്ട് വാപ്പാടും എൻ്റെ ഇക്കായോടും പറഞ്ഞപ്പോഴേ അവരെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു. സഹോദരങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ സഹായിക്കണ്ടേ, അതല്ലേ സഹോദര ബന്ധം എന്നൊക്കെ പറഞ്ഞു. നിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കണമെങ്കിൽ അവൻ എന്ത് തരത്തിലായെന്ന് നീ ചിന്തിക്കണ്ടായിരുന്ന മോളെ. 2 ലക്ഷം രൂപയുണ്ട്. ഇതുമ്മ ഇക്ക വരുമ്പം കൂടെ. ഇത് മക്കൾക്ക് തന്നെ അങ്ങ് കൊടുത്തുകൂടായിരുന്ന? രണ്ട് ലക്ഷം അക്കളെ. എന്നാലും നിനക്കത് തോന്നിയല്ലേ അക്കള ചെയ്യാൻ? മോളങ്ങ് കൊടുക്കാൻ തവനൊരു സന്തോഷാവത്തില്ലായിരുന്നു? ഞാൻ തന്നേന്നൊന്നും പറയണ്ട, ഉമ്മ ആയിട്ടങ്ങ് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ മതി. എന്താ മോളെ, ഇനി നിങ്ങളെ പിണക്കമൊക്കെ അങ്ങ് മാറണ്ടേ? അത് എനിക്കല്ലേ ഉമ്മ അന്ന് നാണക്കേടുണ്ടായത്. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ വായി വന്നൊക്കെ അങ്ങ് പറഞ്ഞു പോയി. പക്ഷെ എനിക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുമ്പോ അല്ലേ എൻ്റെ മനസ്സിനങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തു. ഞാൻ വീട്ടിൽ ചെന്ന് കുറെ കരഞ്ഞു. അപ്പൊ വാപ്പ വന്ന് കാര്യം ചോദിച്ചു. ഞാൻ വാപ്പാടുത്ത് പറഞ്ഞായിരുന്നില്ല ബ്ലേഡ് കൊടുക്കുന്ന ആളെടുത്ത് ഇച്ചിരി പൈസ വാങ്ങിക്കാൻ. വാപ്പ ജോലിക്ക് പോയിട്ട് വരുമ്പോ ഇച്ചിരി ഞാൻ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലും പറഞ്ഞായിരുന്നു. ആണോ? അങ്ങനെ പലിശക്കൊന്നും വാങ്ങണ്ട. പിന്നെ വാപ്പ എങ്ങനെ അടയ്ക്കും? എന്തെങ്കിലും കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അമ്മ. എൻ്റെ കുറച്ച് പൈസ, അത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പൈസയാ. എൻ്റെ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു അതെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആവശ്യം നടക്കട്ടെ. വാങ്ങിച്ച് കുടിയോളെ. എന്താ ചൂട്, ഭയങ്കര ദാഹമായിരുന്നു. നിനക്കപ്പുറത്ത് പണിയൊന്നും ഇല്ലേ? പണിയുണ്ട്. ഇയാളൊരു ശ്രമം നടത്തിയ, ഒരു ഭൂമി ഒടുക്കം നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞ്.
അത് ഞാൻ ഇത്തായാ? ഞാൻ തന്റെ പ്രായം പോലും കാണത്തില്ല. പിന്നെന്തിനാ ഇത്താന്ന് വിളിക്കുന്ന? ആ ശരി. അതേടാ, ഞാൻ ഞങ്ങ ഒരു വീട്ടിലെ ജോലിക്കാരി വീട്ടുകാരെ അങ്ങനെയാണോ വിളിക്കുന്നത്? സോറി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചതാണ്. എന്റെ റംസി നാത്തൂനാവാൻ നോക്കിയില്ലേ? ജോലിയുണ്ട്, വെളിയിൽ ചോറ് വെച്ചേക്കുക. പോട്ടാ. ആ അത് സാരമില്ല, അതൊക്കെ മുളയിലേ നുള്ളി, അതൊന്നും ഒരു കുഴപ്പമില്ല. പാവത്തുങ്ങളാടി, ഞാനെന്ന് പറഞ്ഞാലും കേൾക്കും. പിന്നെ ഇച്ചിരി പെമ്പിള്ളാരെ ഒരു ഇതുണ്ടെന്നേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങ് ഒതുക്കി. എന്റെ കൈക്കല്ലേ. എനിക്കറിയാം, ഉമ്മയുടെ കൈക്കല്ലേ കിട്ടിയത്. ഓ, ഞങ്ങൾക്ക് മക്കൾക്ക് തന്നെ നിക്കപ്പുറത്തില്ല, പിന്നെ ജോലിക്കാരിയ. എന്തായാലും ഈ പൈസ ഇവിടെ വെച്ചേക്കട്ടെ, ഞാൻ അവനെ വിളിക്കാം. ആ വേണ്ട വേണ്ട, ഞാൻ തന്നൊന്നും പറയണ്ട. പിന്നെ ആര് തന്നെന്ന് പറയണം? നീ കൊണ്ട് തന്ന പൈസയല്ലേ, പിന്നെ എനിക്ക് ഇത് പൊട്ടി വീഴുവോ? ഞാൻ ഇത്രയും പൈസ വെച്ചിട്ട് അവന് കൊടുക്കാതിരിക്കുവോ? നീ അന്നൊന്ന് തന്നെ പറയും. വേണ്ട, ഞങ്ങള് തമ്മി അത്ര വേണമെന്നൊന്നുമില്ല, എങ്കിലും ഞാനങ്ങ് ചെറുതായി പോത്തല്ലേ. ഞാൻ എന്തായാലും ഉമ്മാടെ മോളല്ലേ. ആ പിണക്ക് അതോടങ്ങ് തീരട്ടെ മക്കളെ. ഉമ്മാടെ ആഗ്രഹം അതാ. ഇവിടെ കൊച്ചുങ്ങളെയൊക്കെ നീ ഒന്ന് പരിചയപ്പെട്. നീ ഒരു അപ്പച്ചിയല്ലേ, അവർക്ക് അറിഞ്ഞുകൂടല്ലേ നിന്നെ. മക്കള് ഇല്ല, ഇന്ന് പോവണ്ട. എങ്കി ഇന്ന്, ഞാൻ നാളെ രാവിലെ പോവേ. ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. നീ വന്ന് വല്ലതും തരാം നിനക്ക്. ചോറൊക്കെ ഇപ്പൊ ആവും, കുഴപ്പമൊന്നുമില്ല, തിന്നാനൊക്കെ കൊള്ളാം. ഓ എങ്കി പോയിട്, കഴിക്കാൻ വിശക്കുന്നു, നല്ല വിശപ്പുണ്ട്. കുറെ ദിവസമായാലും ഉമ്മാടെ കയ്യിൽ നിന്നൊക്കെ വല്ലതും വാങ്ങി കഴിച്ചിട്ട് കഴിക്കാനൊക്കെ ഇട്. ഓ എന്തൊരു ചൂട്. ഞാൻ പോയി ഇതൊക്കെ ഒന്ന് മാറ്റിട്ട്. ഉമ്മാടെ വല്ല ഡ്രസ്സും അവിടെ ഉണ്ടാ? റംസിയുടെ ആണോ അല്ലേ? റംസിയുടെ എന്തെങ്കിലും എടുത്തിടാട്ടെ. ആദ്യം ഇത് കൊണ്ട് വെക്കട്ടെ.